കൃപാസനം പത്രം മെയ് 2025 പാർട്ട് 8. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എറണാകുളം പനങ്ങാട് നിന്നുള്ള ആനന്ദവല്ലിയുടെ സാക്ഷ്യം. 10 ലക്ഷം രൂപയുടെ കടബാധ്യതയുമായി കൃപാസനത്തിൽ വന്ന എൻ്റെ കുടുംബത്തിൻ്റെ ഗതി തന്നെ ഉടമ്പടി മാറ്റി. 10 ലക്ഷം രൂപയുടെ കടബാധ്യതയുമായാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായി ഒരു വീടില്ലായിരുന്നു. വാടക വീട്ടിലായിരുന്നു താമസം. വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതായപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടിയെടുത്ത് വീടും സ്ഥലത്തിനും വേണ്ടി നിയോഗം വെച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിക്കുകയും പിറവത്ത് ഒരു വീടും സ്ഥലവും തരികയും ചെയ്തു. കൂടാതെ എനിക്ക് ഗോൾഡ് കവറിംഗ് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ടായിരുന്നു. അവിടെ നിന്ന് മാറണമെന്ന് ഉടമസ്ഥർ പറഞ്ഞപ്പോൾ അഡ്വാൻസ് തന്ന പണം തിരികെ കൊടുക്കാൻ മാർഗമില്ലാതായപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് ഒരു ബിസിനസ് ചെയ്യാനുള്ള മാർഗം തരണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് ലേക്ക് ഷോറിനടുത്ത് ഒരു കട ശരിയാവുകയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുമായി ചെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായി കുറഞ്ഞ വാടകയിൽ എനിക്ക് ആ കട ലഭിച്ചു. കണ്ണൂർ വെള്ളാട് നിന്നുള്ള റോസമ്മ മൈക്കിളിൻ്റെ സാക്ഷ്യം. 25 ബ്രോക്കർമാർ വന്നിട്ടും ഒരു ചാലുള്ളതിനാൽ എൻ്റെ സ്ഥലം വിറ്റുപോയില്ല. ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അത്ഭുതം. ഒരു ചാലുള്ളതിനാൽ 25 ബ്രോക്കർമാർ വന്നിട്ടും എൻ്റെ സ്ഥലം വിൽക്കാൻ കഴിഞ്ഞില്ല. 1 വർഷത്തോളം ഞാൻ സ്ഥലം വിൽക്കാൻ സാധിക്കാതെ വിഷമിച്ച അവസ്ഥയിൽ ഞാൻ വെഞ്ചരിച്ച് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ജെറമിയ 32:14-15 വചനത്തിൽ വിശ്വസിച്ച് എനിക്ക് സ്ഥലം വിൽക്കുന്നതിനും വീട് പണിയുന്നതിനും കൃപ തരണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്ഥലം വിൽക്കുന്നതിനും ഒരു വീട് പണിയുന്നതിനും സാധിച്ചു. 8 മാസം കൊണ്ട് വീട് പണി തീർക്കാൻ സാധിച്ചു. കൂടാതെ എനിക്ക് 30 വർഷമായി അലർജിയുടെ അസുഖമായിരുന്നു. എൻ്റെ ശ്വാസകോശം 15% ചുരുങ്ങിപ്പോയിരുന്നു. ഇൻഹേലറൊക്കെ ഉപയോഗിച്ചിരുന്നു. ഞാൻ വെഞ്ചരിച്ച തേനും ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. ഇടുക്കിയിൽ നിന്നുള്ള രാഹുൽ കുമാറിന്റെ സാക്ഷ്യം. സ്വർണ്ണക്കതിരിൽ കയ്യിൽ പ്രകാശം വീശുന്ന വടിയുള്ള ചിറകുള്ള വലിയ മാതാവ് പറന്നു വന്ന് 5:29 എന്നെ വിളിച്ചു. എൻ്റെ കൃപാസനം ഉടമ്പടി അനുഭവങ്ങൾ. ഞങ്ങൾക്ക് 30 വർഷമായി വീട്ടിലേക്ക് വഴിയില്ലായിരുന്നു. 40 മീറ്റർ വീതിയിൽ വഴി കിട്ടാനുണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് വെഞ്ചരിച്ച ഉപ്പ് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ വ്യക്തി തന്നെ ഇങ്ങോട്ട് വിളിച്ച് വഴിക്കുള്ള പെർമിഷൻ തരികയും വഴി വെട്ടാനും സാധിച്ചു. കൂടാതെ ഞാൻ ഉടമ്പടിയെടുത്തപ്പോൾ മാതാവേ, എനിക്ക് രാവിലെ 5:30 എഴുന്നേൽക്കാനുള്ള കൃപ തരണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ 3-ാം ദിവസം 5:29 ആയപ്പോൾ സ്വർണ്ണക്കതിരിൽ ചിറകുള്ള വലിയ ഒരു മാതാവ് പറന്നു വന്നു. കയ്യിൽ തിളങ്ങുന്ന സ്പാർക്കാകുന്ന ഒരു വടിയുമായി പറന്നു വന്ന് എൻ്റെ തലയ്ക്ക് തട്ടിയിട്ട് പോയി. അങ്ങനെ ഒരു ഇടപെടൽ ദൈവം നേരിട്ട് എനിക്ക് തന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി നല്ലൊരു ജോലി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. പെരുമ്പാവൂരിൽ നിന്നുള്ള അശ്വനിയുടെ സാക്ഷ്യം. ആൾക്കാരെ കണ്ടാൽ കുഴഞ്ഞു വീഴുന്ന ഒരു പ്രകൃതമായിരുന്നു മകൻ്റേത്. 4ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവ് ചെയ്തു തന്നത്. ഞങ്ങൾക്ക് കടബാധ്യതയും മക്കളുടെ അസുഖവും ഭർത്താവിൻ്റെ മദ്യപാനവും മൂലം വളരെ ബുദ്ധിമുട്ടിലായ അവസ്ഥയായിരുന്നു. എനിക്കൊരു ചെറിയ ജോലി ലഭിച്ചാൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് നേർന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്കൊരു ജോലി ലഭിച്ചു. പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച ശേഷം ഭർത്താവിൻ്റെ മദ്യപാനം മാറി. മൂത്ത മകൻ്റെ അലർജി രോഗവും പൂർണ്ണമായും സുഖപ്പെട്ടു. കൂടാതെ എൻ്റെ ഇളയ മകന് എവിടെ പൊതുസ്ഥലത്ത് ചെന്നാലും ആൾക്കാരെ കാണുമ്പോൾ കുഴഞ്ഞു വീഴുമായിരുന്നു. ഭർത്താവ് ഉടമ്പടിയെടുത്ത് 4ാമത് പുതുക്കിയപ്പോൾ മകൻ്റെ കാര്യം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. മകൻ കുഴഞ്ഞു വീഴാതിരിക്കുകയാണെങ്കിൽ കൃപാസനം പത്രം മുഴുവൻ മകനെ കൊണ്ട് കൊടുപ്പിച്ചോളാം എന്ന് നേർന്നു. അതിനുശേഷം മകന് ആ അസുഖം ഉണ്ടായിട്ടില്ല. കൊട്ടാരക്കര പുത്തൂരിൽ നിന്നുള്ള വസന്തകുമാരിയുടെ സാക്ഷ്യം. 70 വർഷമായി കിട്ടാത്ത വഴി കിട്ടിയതടക്കമുള്ള 25 അസാധ്യ കാര്യങ്ങളാണ് ഉടമ്പടി വഴി എനിക്ക് കിട്ടിയത്. എൻ്റെ മകൾക്ക് 70 വർഷമായി വീട്ടിലേക്കുള്ള വഴിയില്ലായിരുന്നു. ഞാൻ വളരെ വിഷമത്തോടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൾക്ക് വീട്ടിലേക്കുള്ള വഴി ലഭിച്ചു. ഞാൻ ഉടമ്പടിയെടുത്തപ്പോൾ എപ്പോഴും അമ്മയുടെ സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ സാന്നിധ്യം എപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. ഉടമ്പടിയെടുത്തിട്ട് 25 മാസമായി. 25 സാക്ഷ്യങ്ങൾ എനിക്ക് കിട്ടി. അസാധ്യമായ കാര്യങ്ങളാണ് എനിക്ക് സാധിച്ചു കിട്ടിയിരിക്കുന്നത്.
വർഷങ്ങളായുണ്ടായിരുന്ന കൈയുടെ പെരുപ്പ് വെഞ്ചിരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് മാറിക്കിട്ടി. കൂടാതെ എനിക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്ന അർശസിൻ്റെ അസുഖം വെഞ്ചിരിച്ച നേർച്ച വസ്തുക്കളിലൂടെ മാറിക്കിട്ടി. തൃശൂർ മാളയിൽ നിന്നുള്ള ആർദ്ര ജോർജിൻ്റെ സാക്ഷ്യം. ജോലി ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് യൂണിറ്റ് പൂട്ടുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകച്ചുപോയി. ഉടമ്പടിയിൽ മാതാവ് എന്നെ സഹായിച്ചു. ഞാൻ 9 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് കമ്പനി എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ് യൂണിറ്റ് പൂട്ടുകയാണെന്നും ജോലി അവസാനിക്കുകയാണെന്നും പറഞ്ഞത്. ഭർത്താവും കുഞ്ഞിനെ നോക്കാൻ ഫുൾ ടൈം ജോലിയിൽ നിന്ന് പാർട്ട് ടൈം ജോലിയിലേക്ക് മാറിയ സമയമായിരുന്നു. അതിനാൽ സാമ്പത്തികമായി ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച അവസ്ഥയിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടി നിബന്ധനകൾ കൃത്യമായി പാലിക്കുകയും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് നല്ലൊരു സ്ഥാപനത്തിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഇൻ്റർവ്യൂ പാസ്സായി ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ ലഭിച്ചിരുന്ന അതേ സാലറിയിൽ അതേ ഡൊമൈനിൽ എനിക്ക് മാനേജർ പോസ്റ്റിൽ മാതാവ് ജോലി നൽകി അനുഗ്രഹിച്ചു. ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനാ ചൈതന്യവും വർദ്ധിച്ചു. പാലക്കാട് നിന്നുള്ള മരിയയുടെ സാക്ഷ്യം. ജപ്തി നടപടി നേരിട്ടപ്പോൾ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ശേഷം എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുത ദൈവിക ഇടപെടലുകൾ. ഞങ്ങൾ വീട് വയ്ക്കാൻ ലോൺ എടുത്തിട്ട് 12 കൊല്ലമായി അടയ്ക്കാൻ പറ്റാതെ ജപ്തി നോട്ടീസ് വന്നു. ഒരു മാർഗവും കാണാതായപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 3 ദിവസത്തിനുള്ളിൽ ആധാരം എടുക്കാൻ സാധിച്ചു. കൂടാതെ എൻ്റെ ഭർത്താവിന് ചുമയും 110 ഡിഗ്രി പനിയും മൂലം ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. രോഗം എന്തെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ കൊടുത്തതിൻ്റെ ഫലമായി അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കുകയും ഭർത്താവിന് സൗഖ്യം ലഭിക്കുകയും ചെയ്തു. കൂടാതെ 12 വർഷമായി എൻ്റെ വീട് പണി പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. ഞാൻ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വീട് പണി തീർത്ത് താമസിക്കാൻ സാധിച്ചു. ഇരിഞ്ഞാലക്കുട കല്ലൂരിൽ നിന്നുള്ള ഷീന ബിജുവിൻ്റെ സാക്ഷ്യം. ഉടമ്പടി ആരാധനയിൽ ചങ്ക് പൊടിഞ്ഞുകൊണ്ടാണ് ഞാൻ മുട്ടിൽ നിന്ന് എൻ്റെ മകൻ്റെ വയറിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചത്. അമ്മ മാതാവ് മകന് ചെയ്തു കൊടുത്തത്. എൻ്റെ മകൻ 8 മാസം കഴിഞ്ഞപ്പോൾ മുതൽ എന്ത് കഴിച്ചാലും ദഹിക്കാതെ ഉടനെ ടോയ്ലറ്റിൽ പോകണമായിരുന്നു. കുഞ്ഞായതുകൊണ്ടാണെന്ന് വിചാരിച്ചു. കുഞ്ഞിന് 2 വയസ്സായപ്പോൾ വയറ്റിൽ നിന്ന് പോകാതായി. ഡോക്ടറെ കണ്ട് മരുന്ന് കൊടുക്കുമ്പോൾ ലൂസ് മോഷൻ ആകും. മരുന്ന് നിർത്തിക്കഴിയുമ്പോൾ വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. സ്കൂളിൽ പോകുമ്പോഴും പാമ്പർ കെട്ടി വിടേണ്ടി വന്നു. അറിയാതെ വയറ്റിൽ നിന്ന് പോകുന്ന അവസ്ഥയായി. പിന്നെ വയറ്റിൽ നിന്ന് പോകാതായി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആരാധനയുടെ സമയത്ത് രോഗിയുടെ ഏതവസ്ഥയാണ് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ മുട്ടിൽ നിന്ന് നെഞ്ചു പൊട്ടി കരഞ്ഞ് മകൻ്റെ വയറിൽ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം വയറ്റിൽ കെട്ടിക്കിടന്നതെല്ലാം പോയി മകന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പുതുവൈപ്പിൽ നിന്നുള്ള കുഞ്ഞുമോൾ സുനിലിൻ്റെ സാക്ഷ്യം. ഞങ്ങളെ പെരുവഴിയിൽ ഇറക്കാൻ അനുവദിക്കല്ലേ മാതാവേ എന്ന് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉടമ്പടിയിൽ സംഭവിച്ചത്. ഞങ്ങൾ 3 പേർ ചേർന്ന് 30 ലക്ഷം രൂപ ലോൺ എടുത്ത് കേബിൾ ടിവിയുടെ സ്ഥാപനം നടത്തുകയായിരുന്നു. ഏരിയ നല്ലതല്ലാത്തതിനാൽ ഞങ്ങൾ പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞു. പൈസ അടയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കാതിരുന്നതിനാൽ ബാങ്കുകാർ വക്കീലുമായി വന്ന് ജപ്തി നോട്ടീസ് പതിച്ചു. മാർച്ച് 25-ന് 10 ലക്ഷം അടച്ചില്ലെങ്കിൽ താക്കോൽ കൊടുത്ത് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. മാർച്ച് 25-ന് പൈസ റെഡിയാകാത്തതിനാൽ ഞാൻ ബാങ്കുകാരെ വിളിച്ച് പൈസ റെഡിയായില്ല, നിങ്ങൾ വീട് പൂട്ടി താക്കോൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ അവർ 24 ദിവസം കൂടി നീട്ടിത്തന്നു. ഞാൻ വീണ്ടും കൃപാസനത്തിൽ വന്ന് മുട്ടിൽ നിരങ്ങി വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, ഞങ്ങളെ പെരുവഴിയിൽ ഇറക്കരുതെന്ന് പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. വീട്ടിലും പറമ്പിലും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഒരു വ്യക്തി 10 ലക്ഷം രൂപ തരികയും അതടച്ച് പട്ടയം എടുക്കാനും സാധിച്ചു.